ഇതാ രണ്ട് സുന്ദരി കുട്ടികൾ. ഇവരിൽ ആർക്കാണ് കൂടുതൽ സൗന്ദര്യമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്, അല്ലേ? മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന പാട്ടെഴുതുവാനായി കവിയായ ഗിരീഷ് പുത്തഞ്ചേരിയും ഇതേപോലെ ഒരു സന്നിഗ്ധാവസ്ഥയിലൂടെ കടന്നുപോയിരിക്കാം എന്ന് നമുക്ക് കരുതാം. കാരണം പാട്ടിന് വിഷയമാകുവാൻ ഒന്നിലേറെ തരം മഞ്ഞക്കിളികൾ ഉള്ളതുകൊണ്ടും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അതിൽ രണ്ടെണ്ണത്തിന് തുല്യ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടും അതിലേതിനെ തിരഞ്ഞെടുക്കുമെന്ന് കവി ഒരല്പം സന്ദേഹപ്പെട്ടിരിക്കാം. വെറുമൊരു ഇമാജിനേഷനാണ്, ഒരു സങ്കല്പം. ഏതായാലും അതിൽ ആദ്യത്തേതിന് ശരീരം മുഴുവനും മഞ്ഞ നിറമാണുള്ളത്. പക്ഷേ ചിറകിൻ്റെ ഓരങ്ങളിലെല്ലാം കരിവാരി തേച്ച് അതിൽ നിന്നും ഒരല്പം കരിമഷിയെടുത്ത് കണ്ണിലുമൊക്കെ എഴുതിയാണ് ഈ ഇന്ത്യൻ മഞ്ഞക്കിളി എന്ന പക്ഷി കവിയുടെ മുമ്പിൽ കടന്നു എന്നത്. കവി രണ്ടാമത് കണ്ടത് മറ്റൊരു പക്ഷിയാണ്. പേര് മഞ്ഞക്കറുപ്പൻ. ഈ മഞ്ഞ നിറമൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് പ്രകൃതി കുറച്ച് കറുപ്പ് നിറമെടുത്ത് അതിൻ്റെ തലയിൽ മുഴുവനും പുരട്ടിക്കൊടുത്തുവെന്ന് തോന്നിക്കുന്നത് പോലെ ഒരു പക്ഷി. നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അതും. ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളായി രണ്ടുപേരും ആ പാട്ടെഴുത്തുകാരൻ്റെ മുന്നിൽ നിന്നപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ഇനമായ മഞ്ഞക്കറുപ്പിനെ തന്നെയാവും എന്ന് നമുക്കങ്ങ് ഉറപ്പിക്കേണ്ടി വരും. രസകരമായ ആ കാരണങ്ങളാണ് ഈ വീഡിയോ.